ഒരിക്കൽ മദീനയിലെ പള്ളിയിൽ വിശന്നു വലഞ്ഞ് വസ്ത്രമില്ലാതെ സങ്കടപ്പെട്ട ഒരു വൃദ്ധൻ സഹായം ചോദിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തി. ആ സമയത്ത് നബിയുടെ കയ്യിൽ അദ്ദേഹത്തിന് നൽകാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനാൽ നബി അദ്ദേഹത്തിന് തൻ്റെ പ്രിയപുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് അയച്ചു. ഫാത്തിമയുടെ വീട്ടിലും 3 ദിവസമായി അടുപ്പ് പുകഞ്ഞിരുന്നില്ല. മക്കളായ ഹസനും ഹുസൈനും വിശന്നു തളർന്നുറങ്ങുകയായിരുന്നു. എങ്കിലും വന്നയാളെ വെറും കൈയോടെ മടക്കാൻ അവർക്ക് തോന്നിയില്ല. തൻ്റെ ഭർത്താവ് അലി റളിയല്ലാഹു അൻഹു സമ്മാനിച്ച ആകെക്കൂടിയുള്ള സ്വർണം ഊരി അവർ ആ വൃദ്ധന് നൽകി. വൃദ്ധൻ സ്വർണവുമായി വീണ്ടും നബി സദസ്സിലെത്തി. ഇതുകൊണ്ട് സ്വഹാബിയായ അമ്മാർ ബിൻ യാസീർ റളിയല്ലാഹു അൻഹു വലിയൊരു തുക നൽകി ആ വൃദ്ധനിൽ നിന്ന് ആ സ്വർണം വാങ്ങി. വൃദ്ധന് ആവശ്യത്തിന് ഭക്ഷണവും വസ്ത്രവും നാട്ടിൽ പോകാൻ ഒട്ടകവും ലഭിച്ചു. തുടർന്ന് അമ്മാർ തൻ്റെ അടിമയായ സബ്മിനെ വിളിച്ച് ആ സ്വർണം ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഈ സ്വർണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കുക. അപ്പം ഞാൻ നിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്മാനമായി നൽകിയിരിക്കുന്നു എന്നും പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വർണവും അടിമയെയും വാങ്ങി അവനെ നേരെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് അയച്ചു. സ്വർണം തിരികെ കിട്ടിയ സന്തോഷത്തിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ അള്ളാഹുവെ സ്തുതിക്കുകയും ആ അടിമയെ അപ്പോൾ തന്നെ സ്വതന്ത്രനാക്കുകയും ചെയ്തു. ഇതെല്ലാം കണ്ട് ആ അടിമ അത്ഭുതത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ സ്വർണത്തിൻ്റെ അനുഗ്രഹം എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഇത് ഒരു വിശന്നവന് ഭക്ഷണവും വസ്ത്രമില്ലാത്തവന് വസ്ത്രവും നൽകി, ഒരു യാത്രക്കാരനെ നാട്ടിലെത്തിച്ചു, ഒരു അടിമയായ എന്നെ സ്വതന്ത്രനാക്കി, ഒടുവിൽ അതിൻ്റെ ഉടമസ്ഥയുടെ കയ്യിൽ തന്നെ തിരിച്ചെത്തുകയും ചെയ്തു.